നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും ഓരോ അഡീഷണൽ ആയിട്ടുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന വർക്കുകളൊക്കെയാണ് ബോഡി പോളിഷിങ്, ഇൻറ്റീരിയർ ക്ലീനിങ്, ബോഡി തന്നെ PPF കോട്ടിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യമുള്ളൊരു കാര്യം തന്നെയാണ് നമ്മുടെ വാഹനത്തിൻ്റെ അണ്ടർ ബോഡി കോട്ടിങ്. കാരണം പുറമേ മിനുക്ക് പണിയൊക്കെ ചെയ്തിട്ട് വാഹനത്തിൻ്റെ അടിഭാഗം മോശമാകുന്നത് നല്ലതല്ല ഒരു കാരണവശാലും. ഇതുപോലൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുൽ ദേവ് ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: രാകേഷ് ബ്രോ, നമ്മൾ വണ്ടിക്ക് പോളിഷ്, PPF, സെറാമിക് ഒക്കെ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണോ അണ്ടർ ബോഡി കോട്ടിങ്? അത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഞാൻ അണ്ടർ ബോഡിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അത് കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് കാണുക. ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാനൊന്ന് പിൻ ചെയ്തും കൂടി ഇട്ടോളാം. പിന്നെ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം, നമ്മുടെ വാഹനത്തിൻ്റെ അണ്ടർ ബോഡി ഒരു നിസ്സാര സംഭവമായിട്ട് ആരും കാണരുത്. കാരണം നമുക്ക് നോക്കുമ്പോൾ അണ്ടർ ബോഡി എല്ലാം ബോഡി പെയിൻറ്റഡ് ആണ് വരുന്നത്, അതിന് വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും വരത്തില്ല എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെയല്ല. അണ്ടർ ബോഡിയിൽ തുരുമ്പെടുക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മൾ വാഹനം ഓടിക്കുന്ന കണ്ടീഷൻസ് അല്ലെങ്കിൽ സിറ്റുവേഷൻസ് നമുക്കറിയാം. പലപ്പോഴും നല്ല റോഡുകളിലല്ലാതെ നമ്മൾ ഗട്ടർ റോഡിൽ മോശപ്പെട്ട വഴിയിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് അടിഭാഗത്ത് കല്ലൊരയെന്ന് വെച്ചാൽ ടയർ ചിലപ്പം തെറിച്ച്, അതായത് ടയറിൽ നിന്ന് തെറിച്ച് വീഴുന്ന കല്ല് ചിലപ്പം ബോഡിയിലോട്ട് സ്ക്രാച്ച് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ വാഹനത്തിൻ്റെ അടിയിൽ വരുന്ന ബോഡി പെയിൻറ്റഡ് ആയിട്ടുള്ള പാർട്സുകൾ സ്ക്രാച്ച് വന്ന് അതിൽ പതുക്കെ തുരുമ്പെടുക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കാറില്ല. കാരണം നമ്മുടെ വാഹനത്തിൻ്റെ പുറമേ നമ്മൾ കാണാറുണ്ട്. വാഷ് ചെയ്യുമ്പോഴാണല്ലോ, നമ്മൾ വീട്ടിൽ വാഷ് ചെയ്യുന്ന സമയത്താണല്ലോ നമ്മൾ പുറം ഭാഗമല്ല നല്ല വൃത്തിയായിട്ട് വാഷ് ചെയ്യും. പക്ഷേ അകത്തും നമ്മൾ വൃത്തിയായിട്ട് വാഷും ഇൻറ്റീരിയർ ക്ലീനിങ് ഒക്കെ ചെയ്യും. പക്ഷേ വാഹനത്തിൻ്റെ അണ്ടർ ബോഡി അത് പലപ്പോഴും പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്. കാരണം അണ്ടർ ബോഡി ചെയ്യുന്നതിന് വലിയൊരു എമൗണ്ട് ഇല്ലെന്ന് തന്നെ ഞാൻ പറയും. ഒരു ചെറിയ എമൗണ്ട്, ആ ഒരു എമൗണ്ട് നമ്മൾ മുടക്കുന്നത് ഒരു നഷ്ടമായിട്ട് കൂട്ടണ്ട. കാരണം ഒരു 3 ഇയേഴ്സ് വരെയൊക്കെ തന്നെ നമുക്കതിന് വാറണ്ടി കിട്ടുന്ന കോട്ടിങ്സ് ഉണ്ട്, ചിലർക്ക് 5 ഇയേഴ്സ് വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പീരീഡിനകത്ത് ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ട് ഇവർ ഇത്രയും വാറണ്ടി കൊടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇത് പോകത്തില്ല, അല്ലെങ്കിൽ ആ ഒരു ലൈഫ് സ്പാൻ വരെ ഇത് ഏതായാലും പോകത്തില്ല. അതുകൊണ്ട് അത് ചെയ്തിടുന്നതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കല്ലൊക്കെ ഒരഞ്ഞു പോവുകയാണെങ്കിൽ പോലും അതിൻ്റെ പുറത്തൂടെ പോകുന്ന സമയത്ത് ആ കോട്ടിങ് പറഞ്ഞു പോരത്തില്ല. അങ്ങനെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ അണ്ടർ ബോഡി നമുക്ക് സേഫ് ആക്കാൻ സാധിക്കും. പലപ്പോഴും പലരും കണ്ടിട്ടുണ്ടായിരിക്കും, പഴയ മോഡൽ വാഹനങ്ങളുടെയൊക്കെ സീറ്റിൻ്റെ താഴെ ചെറിയ രീതിക്ക് ഹോൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ തൊടുന്ന സമയത്ത് ഇങ്ങനെ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ വരുന്നത് ശരിക്കും ഈ ഒരു പ്രോപ്പറായിട്ടുള്ള രീതിയിൽ അണ്ടർ ബോഡി ചെയ്യാത്തതുകൊണ്ടാണ്. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക, വാഹനത്തിൻ്റെ അണ്ടർ ബോഡി ഒക്കെ ചെയ്യുന്നത് കൊള്ളാം, അതുപോലെ തന്നെ വാഹനത്തിനകത്ത് വരുന്ന അതായത് ഫ്ലോറും മെയിൻറ്റെയിൻ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ തുരുമ്പെടുക്കാം. അതായത് അടിഭാഗത്ത് കോട്ടിംഗ് ഉണ്ട്, പക്ഷേ അതിൻ്റെ തൊട്ട് മേളത്തെ ഭാഗത്ത് കോട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ സ്ഥിരം വെള്ളം ഒഴിച്ച് അത് മുഴുവൻ നനച്ച് വെക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഭാഗത്തും തുരുമ്പെടുത്ത് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ 2 പോർഷൻസ് നല്ല വൃത്തിയായിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും വാഹനത്തിൻ്റെ ലൈഫും കൂടുതൽ കിട്ടുന്നതായിരിക്കും. നാളെ ഒരു സമയത്ത് വാഹനം കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു റീസെയിൽ വാല്യൂവും കൂടുതൽ കിട്ടുന്നതായിരിക്കും.